മുഖ്യമന്ത്രിയുടെ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്താൽ പണി കിട്ടും. കർശന നടപടി സ്വീകരിക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. ഇത്തരത്തിൽ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യുന്നവർക്ക് 5 ലക്ഷം വരെ പിഴയും തക്കതായ ശിക്ഷ ലഭിക്കുകയും ചെയ്യും. ഇതുകൂടാതെ ദേശീയ ചിഹ്നം അവഹേളിക്കൽ, രാഷ്ട്രപതിയുടെ ചിത്രങ്ങൾ, സുപ്രീം കോടതിയുടെ ചിത്രങ്ങൾ തുടങ്ങിയവ ദുരുപയോഗം ചെയ്താൽ 5 ലക്ഷം രൂപ വരെ പിഴയും തടവും വ്യവസ്ഥ ചെയ്ത ശിക്ഷ കടുപ്പിക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിനായി നിലവിലുള്ള 2 നിയമങ്ങളെ ഒരു വകുപ്പിന് കീഴിലാക്കാൻ സർക്കാർ ആലോചിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നിലവിലെ നിയമപ്രകാരം ദേശീയ ചിഹ്നത്തെ അവഹേളിച്ചാൽ പിഴ 500 രൂപ മാത്രമായതിനാൽ ശിക്ഷ ഫലം ചെയ്യുന്നില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നതും. ആഭ്യന്തര വകുപ്പ് നടപ്പിലാക്കുന്ന 2005 ഇന്ത്യയുടെ ദേശീയ ചിഹ്ന ദുരുപയോഗം തടയൽ നിയമവും ഉപഭോക്തൃകാര്യ വകുപ്പിന് കീഴിലുള്ള 1950 ചിഹ്നങ്ങളും പേരുകളും ദുരുപയോഗം ചെയ്യൽ നിയമവും ഒരു വകുപ്പിന് കീഴിലാക്കാനാണ് ശ്രമം നടക്കുന്നത്. അടുത്തിടെയാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ മന്ത്രിതല യോഗത്തിൽ നടന്നത്. ആദ്യ തവണ കുറ്റം ചെയ്യുന്നവർക്ക് 1 ലക്ഷവും ആവർത്തിക്കുന്നവർക്ക് 5 ലക്ഷവും പിഴയും 6 മാസം വരെ തടവും ശിക്ഷ ലഭിക്കുമെന്നാണ് ഉപഭോക്തൃകാര്യ വകുപ്പ് 2019 നിർദ്ദേശം നൽകിയെങ്കിലും നടപ്പാക്കിയിരുന്നില്ല. ദേശീയ പതാക, സർക്കാർ വകുപ്പുകൾ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ, രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും ഔദ്യോഗിക മുദ്രകൾ, മഹാത്മാഗാന്ധി, പ്രധാനമന്ത്രി എന്നിവരുടെ ചിത്രങ്ങൾ, അശോക ചക്രം എന്നിവയുടെ ദുരുപയോഗം തടയുന്നതാണ് നിയമം. അടുത്തിടെയാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ മന്ത്രിതല യോഗത്തിൽ നടന്നത്. ആദ്യ തവണ കുറ്റം ചെയ്യുന്നവർക്ക് 1 ലക്ഷവും ആവർത്തിക്കുന്നവർക്ക് 5 ലക്ഷവും പിഴയും 6 മാസം വരെ തടവും ശിക്ഷ നൽകണമെന്ന് ഉപഭോക്തൃകാര്യ വകുപ്പ് 2019 നിർദ്ദേശം നൽകിയെങ്കിലും നടപ്പാക്കിയിരുന്നില്ല. അതേസമയം മുൻപുണ്ടായിരുന്ന 500 മുതൽ 1 ലക്ഷം വരെയുള്ള പിഴ ശിക്ഷ 5 ലക്ഷമായി ഉയർത്തണമെന്ന ശുപാർശ അതിനെക്കുറിച്ച് വർഷങ്ങൾക്ക് മുൻപേ തന്നെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. മുൻകൂർ അനുമതി ഇല്ലാതെ തന്നെ നിയമത്തിലെ 3-ാം വകുപ്പ് പ്രകാരം നിലവിൽ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ സർക്കാർ ചിഹ്നങ്ങളോ സീലുകളോ മറ്റ് ചിത്രങ്ങളോ ഉപയോഗിക്കാൻ സാധ്യമല്ല. ഈ നിയമം വിദേശത്തുള്ള ഇന്ത്യൻ പൗരന്മാർക്കും ബാധകമാണ്. എന്നാൽ ഇന്നുള്ള നിയമം പര്യാപ്തമല്ല എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. ഇപ്പോൾ നടപ്പിലാക്കുന്നവർ വെറും 500 രൂപ ഫൈൻ അടച്ച് രക്ഷപ്പെടുകയാണ്. നിയമം പൊതുസമൂഹത്തെ തെറ്റിൽ നിന്നും അകറ്റുന്നതാകണം. അതിന് ശിക്ഷ കടുപ്പിക്കുകയാണ് ഏക മാർഗമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഈ നിയമം വ്യാപാര വാണിജ്യ കാര്യങ്ങളെ തടയുന്നുവെന്ന പരാതികൾ വർഷങ്ങൾക്ക് മുൻപേ തന്നെ വ്യാപാരികൾ ഉയർത്തിയിരുന്നുവെങ്കിലും അന്ന് സുപ്രീം കോടതി ഈ നിയമത്തെ ശരിവെക്കുകയായിരുന്നു. അതേസമയം ആദ്യ തവണ കുറ്റം ചെയ്യുന്നവർക്ക് 1 ലക്ഷവും ആവർത്തിക്കുന്നവർക്ക് 5 ലക്ഷവും പിഴയും 6 മാസം വരെ തടവും ശിക്ഷ നൽകണമെന്ന് ഉപഭോക്തൃകാര്യ വകുപ്പ് 2019 നിർദ്ദേശം നൽകിയെങ്കിലും നടപ്പാക്കിയില്ല. ദേശീയ പതാക, സർക്കാർ വകുപ്പുകൾ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ, രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും ഔദ്യോഗിക മുദ്രകൾ, മഹാത്മാഗാന്ധി, പ്രധാനമന്ത്രി എന്നിവരുടെ ചിത്രങ്ങൾ, അശോക ചക്രം എന്നിവയുടെ ദുരുപയോഗം തടയുന്നതാണ് ചിഹ്നവും പേരുകളും, അതായത് ദുരുപയോഗം തടയൽ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.